ഹായ് ഹലോ, എല്ലാവർക്കും ഡ്രീം ലൈഫ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ വെളിയിൽ നിൽക്കുക കേട്ടോ. വെളിയിൽ നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് അയ്യത്തൊന്ന് കുറച്ച് ചീര പറിക്കണമെന്ന്. ചീര എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ചീരയല്ല, വേലിച്ചീര എന്ന് പറയുന്ന ഒരു ചീരയായിരുന്നു, നീണ്ട ഇലയൊക്കെ ഉള്ള ഗ്രീൻ കളറിലെ. അപ്പോൾ ആ ചീര എടുക്കണമെന്ന് വിചാരിച്ചു. അത് വെച്ച് തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ആ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ പുറയിൽ തേണ്ട ഈ ഇലകൾക്കിടയിലെ കണ്ടോ ചീര നിപ്പുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാവേ. അപ്പോൾ ആ ചീര എടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം വിചാരിച്ചു ഒരു വീഡിയോയും കൂടെ ആകട്ടെന്ന് വിചാരിച്ചു. അത് നോക്കൂ, നന്ദി ഇല കേട്ടോ, വേലിച്ചീര. ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം, എനിക്കൊരു പേടിയുണ്ട്. കണ്ടോ, ഇതറിയാമല്ലോ എല്ലാവർക്കും. ഇതിപ്പം എടുക്കാൻ പറ്റുന്ന സമയമാണ്. കാരണം ഇത് പൂ പിടിച്ചു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്, അറിയത്തില്ല. അപ്പോൾ ഈ ചീര ഇന്ന് എടുക്കാം. ഇത് രാവിലെ അമ്മ ഇവിടെ വന്ന് ചീനിയൊക്കെ നട്ട കേട്ടോ. ഒരു ഷുഗർ ഫ്രീയുടെ ഒരു ചീനി കിട്ടി, ഈ പ്രമേഹക്കാർ കഴിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് കിട്ടി. അപ്പോൾ അതമ്മ രാവിലെ നട്ട് വെച്ചേക്കും കേട്ടോ. ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ എല്ലാം പടന്ന് കയറിയിട്ടുണ്ട്, വള്ളി പോലെ ഈ ചീര ഇതുപോലെ പടന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അതാണ് കണ്ടോ. എന്നാലും നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ചീര പറിക്കാം, ചീരയുടെ ഇല എടുക്കാം. അപ്പോൾ എൻ്റെ ഒരു കൈ ക്യാമറ പിടിച്ചുകൊണ്ടേ എനിക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങളെ എടുത്ത് അമ്മ ഇരിക്കും, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് എടുപ്പിക്കായിരുന്നു. ഇതേ കണ്ടോ, ഇതെല്ലാവർക്കും അറിയാമല്ലോ ഈ ചീര. കണ്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇതിനൊരു ചിലർ പറയുന്നിട്ടുണ്ട് ഇത് കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന്. എനിക്കറിയില്ല, അതൊക്കെ സത്യമാണോ എന്നറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ക്യാമറ ഞാൻ എടുത്തുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്നും കൂടെ പിച്ച വേണ്ട കണ്ടോ. പെട്ടെന്ന് വെച്ചെടുക്കാം കേട്ടോ. ഇത് പൂക്കുന്നുണ്ട് കേട്ടോ, പൂക്കാറായി. എന്തൊക്കെയോ അനങ്ങുന്നുണ്ട്. ഇതുവാണ് എൻ്റെ ഈ മണ്ടവശം ഫാം വെച്ച് ഞാൻ ഞൊടിച്ചെടുക്കും, മുറിയുന്നണം വെച്ച് ഞൊടിച്ചെടുക്കുവേ. നമ്മൾ മറ്റേ ചീരയുടെ തണ്ടെടുക്കുന്ന പോലെ എടുക്കും. അപ്പം ഇതിൽ നിന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ചീരയില കിട്ടിയിട്ടുണ്ട്, നമ്മുടെ വേലിച്ചീരയുടെ ഇല. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ ഉള്ളതില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു നേരത്തേക്കുള്ളത് കിട്ടി. അപ്പോൾ ഇതിന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. സാധാരണ ഈ ചീര തോരൻ വെക്കുന്ന പോലെ ഉള്ളൂ, പക്ഷെ നല്ല കളറാട്ടോ. നമ്മുടെ തേങ്ങ അരച്ച് അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടിയും ഈ പച്ച കളറും കൂടെ ചേർന്ന് നല്ലൊരു ഭംഗിയാട്ടോ ഇതിന്. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ വെളിയിറങ്ങുന്ന കണ്ടുകൊണ്ട് എൻ്റെ കൂടെ ഒരാളൂടെ വരാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവിടെ ചെരുപ്പിടാൻ പോയിട്ടുണ്ട്. ഹായ് പറ. ഇത് ഞങ്ങളുടെ ആൽ ഇലയാണ് കേട്ടോ, ആൽച്ചെടിയാണ്. എന്തോടി മോളെ ഇത്? ഇതിന്റെ പേരെന്തുവാ? ഓ, പീപ്പാൽ. പീപ്പാൽ എന്തുവാ? പീപ്പാലിന്റെ പേര് നെയിം എന്തുവാ? പേര് ആൽ. പിച്ചരുത്. ഇങ്ങനെ കുറ്റിച്ച് നിർത്താനുള്ള പരിപാടി കേട്ടോ. ഷേഡിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. ഇവിടെ അമ്പലത്തിന്റെ അടുത്തുനിന്ന് ഈ കിളിയൊക്കെ കഴിച്ചിട്ട് കഷ്ടിച്ചിട്ടുന്ന അവിടെ നിന്ന് കിളിച്ചു വരുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ കുറ്റിപ്പിച്ച് നിർത്തിയേക്കുക. പിന്നെ ഞാനൊരു ചീര കാണിക്കാനായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. ചീര ഞാൻ പിച്ചി കാണിക്കാം കേട്ടോ. ഈ ചീര ആണോ നമ്മുടെ ഫിറോസിക്കയുടെ ചാനലിൽ അദ്ദേഹം പറഞ്ഞ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്? അറിയില്ല, ഒന്നുകിൽ അതിൻ്റെ ഒരു ഇനമായിരിക്കും കേട്ടോ. ഇതേ കണ്ടോ, ഇതിന്റെ പേരെന്തോന്ന് അടിച്ചു കൊടുക്കാൻ ഞാൻ കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല കേട്ടോ. പക്ഷെ ആ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു രൂപസാദൃശ്യം വരും ഇതിന് കേട്ടോ. കണ്ടോ, ഇതിന്റെ പേരെന്തുവാന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പക്ഷെ ഈ തോരൻ വെക്കും കേട്ടോ. പക്ഷെ ഇതിപ്പം പൂ പിടിച്ചത് കൊണ്ട് ഇപ്പം തോരൻ വെക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ അവിടെ എല്ലാ ചീരയാ, ഇതെല്ലാം ഇവിടുന്ന് വെട്ടിക്കളഞ്ഞായിരുന്നു കേട്ടോ. പൊന്നാങ്കണ്ണിയാണോന്ന് അറിയത്തില്ല, അതിന്റെ എന്തെങ്കിലും വലിയ ഇനം വല്ലതും ആയിരിക്കും.
പിന്നെ ഇപ്പം എന്തായാലും മറ്റേ ചീര വെക്കാമെന്ന് വിചാരിച്ചു. എന്താ ചീര വെക്കാനായിട്ട് എടുത്തേക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ തേങ്ങ ചിരവിയത്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ബാക്കി എടുത്തേക്കുന്നത് നമ്മൾ മത്തങ്ങക്കറി വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെ അരച്ചെടുക്കണം. അതിനുശേഷം അതിന് മുമ്പ് തന്നെ ചീര നല്ലപോലെ കഴുകി അതിൻ്റെ ഇലകൾ മാത്രമായിട്ട് മാറ്റി ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും. മുരിങ്ങയില എടുക്കുന്ന പോലെ എടുക്കാം. അതെല്ലാം എടുത്ത് വെച്ചിട്ട് അത് കൂട്ടിപ്പിടിച്ച് ഞാൻ കുറേശ്ശെ കേട്ടോ അരിയുന്നത്. അമ്മ എപ്പോഴും ചീര അരിയുന്നുണ്ട് ഈ രീതിയിൽ ഇങ്ങനെ വട്ടത്തിൽ കൈ കൂട്ടിപ്പിടിച്ചേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ചീഞ്ചട്ടി അടുപ്പേ വെച്ച് കടുക് വറുത്തതിന് ശേഷം ഇച്ചിരി മുളക് പൊടി, അമ്മ ഇച്ചിരി മുളക് പൊടി ഇടും. മുളക് പൊടി ഇട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് അതിനകത്തേക്ക് അങ്ങിടും. അതിനകത്തോട്ട് ഒത്തിരി അതിൻ്റെ വെള്ളം വറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചീര അരിഞ്ഞ് വെച്ച് അതിനകത്തോട്ട് അങ്ങ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് വേവിക്കത്തില്ല. അപ്പം ചീര ഐറ്റംസ് ഒന്നും അടച്ച് വെച്ച് വേവിക്കത്തില്ല. അങ്ങനെ നമ്മൾ ചീരത്തോരൻ റെഡി. അതേപോലെ തന്നെ മത്തങ്ങക്കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, മീനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ആഹാരം കുശാലായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അടയാളപ്പെടുത്തുക. അതേപോലെ വീണ്ടും ചാനലിലെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വട്ടം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.